ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 17, പേജ് നമ്പർ 681. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. പദാനുപദം. തത് ആ പരമാത്മസ്വരൂപം അവിഭക്തം ച വിഭജിക്കപ്പെടാത്തതാണെങ്കിലും ഭൂതേഷു ജീവികളിൽ വിഭക്തം ഇവ ച വിഭക്തം വിഭജിക്കപ്പെട്ടത് എന്ന് തോന്നുമാറായിരിക്കുന്നതും സ്ഥിതം സ്ഥിതി ചെയ്യുന്നതും ഭൂതഭർതൃ ച ഭൂതങ്ങളെയെല്ലാം ധരിക്കുന്നതും ഗ്രസിഷ്ണു ച സകലതിനെയും ഗ്രസിക്കുന്നതും പ്രഭവിഷ്ണു ച പ്രഭവിക്കുന്ന സകലതിനെയും സൃഷ്ടിക്കുന്നതും ആണെന്ന് ജ്ഞേയം അറിയപ്പെടേണ്ടതാണ്. വിവർത്തനം. ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്, ഏകനായി സ്ഥിതി ചെയ്യുന്നു. ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഹരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്നു മനസ്സിലാക്കണം. ഭാവാർത്ഥം. ഭഗവാൻ പരമാത്മരൂപേണ ഓരോരുത്തരുടെയും ഹൃദയത്തിലും വാഴുന്നു. അതുകൊണ്ടദ്ദേഹം സ്വയം ശിഥിലീകരിച്ചു എന്ന് പറയാനാകുമോ? ഇല്ല. വാസ്തവത്തിൽ അദ്ദേഹം ഏകനാണ്. ഒരു ഉദാഹരണം സൂര്യനത്രേ. ഉച്ചസ്ഥനാവുമ്പോൾ സൂര്യൻ നമ്മുടെ തലയ്ക്കു മുകളിലാണെന്ന് പറയാറുണ്ട്. എന്നാൽ 5000 നാഴിക ദൂരം എല്ലാ ദിക്കിലേക്കും സഞ്ചരിച്ചാലും സൂര്യൻ എവിടെയെന്ന ചോദ്യത്തിന് സ്വന്തം ശിരസിനു മുകളിൽ എന്ന് തന്നെയായിരിക്കും എല്ലാവരുടെയും ഉത്തരം. സമഗ്രതയോടെ ഇരിക്കെ തന്നെ ശകലിതമായി തോന്നുന്നതിനെ വൈദിക സാഹിത്യം ഉദാഹരണമായി എടുത്തു കാട്ടുന്നുണ്ട്. സൂര്യൻ ഓരോ സ്ഥലത്തും അനേകം പേർക്ക് പ്രത്യക്ഷീഭവിക്കുന്നതുപോലെ ഒരു വിഷ്ണുവും തൻ്റെ വൈഭവത്താൽ പലയിടത്തും അസംഖ്യം പേർക്ക് പ്രത്യക്ഷനാകുന്നുവെന്ന് പറയപ്പെടുന്നു. ആ പരമപുരുഷൻ സകല ജീവജാലങ്ങളെയും നിലനിർത്തുന്നു. എന്നാൽ പ്രളയകാലത്ത് എല്ലാറ്റിനെയും സംഹരിക്കുന്നതും അവിടുന്ന് തന്നെ. കുരുക്ഷേത്രത്തിൽ ഒത്തുചേർന്ന യോദ്ധാക്കളെയെല്ലാം
താൻ ഗ്രസിക്കാൻ പോകുന്നുവെന്ന് 11-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കാലസ്വരൂപിയായി സംഹാരക്രിയ നടത്തുമെന്നും കൃഷ്ണൻ പറയുന്നുണ്ട്. സംഹാരകനെന്ന നിലയ്ക്ക് സർവഭൂതങ്ങളെയും അദ്ദേഹം നശിപ്പിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാ രൂപങ്ങളെയും പൂർവസ്ഥിതിയിലാക്കുകയും പ്രളയകാലത്ത് സംഹരിക്കുകയും ചെയ്യുന്നു. ജീവാത്മാക്കൾക്കെല്ലാം ഉദ്ഭവസ്ഥാനവും വിശ്രമസങ്കേതവും അദ്ദേഹമത്രേ. അവ സൃഷ്ടിക്കു ശേഷം ഭഗവാന്റെ സർവശക്തിയിൽ അഭയം തേടുന്നു. പ്രളയത്തിനു ശേഷവും അദ്ദേഹത്തിൽ വിശ്രമം കൊള്ളുന്നു. വേദസൂക്തങ്ങൾ ഇപ്രകാരം ഇവയെ സ്ഥാപിക്കുന്നു. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തത് ബ്രഹ്മ തദ്വിജിജ്ഞാസസ്വ എന്ന് തൈത്തിരീയോപനിഷത്ത് 3:1 പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ.